ആ 2 വർഷങ്ങൾക്കിടയിൽ ഞാൻ പലതവണ ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായി ഇവിടത്തെ കാറ്റിന്റെ സുഖവും മഞ്ഞിന്റെ കുളിർമയും എന്നെ അറിയുന്നു, എന്നോട് സംസാരിക്കുന്നു. എന്റെ കഥ തുടങ്ങുന്നേ ഉള്ളൂ. വെൽക്കം ടു കിരൺസ് ഇൻസൈറ്റ്. നിങ്ങൾക്കത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഏത് മൂവിയെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. യെസ്, നമുക്ക് ഈ ഒരു ടൈമിൽ പ്രധാനപ്പെട്ട ഒരു മൂവിയാണെന്ന് തന്നെ പറയാം. ഒരുപാട് ബന്ധങ്ങളെ കുറിച്ചും സ്നേഹം എന്നത് എന്താണെന്നതിനെ കുറിച്ചും ഒരു വിഷയം നമ്മൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എടുത്തുചാടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതും പല ലൈഫ് ലെസൺസും എല്ലാം പറഞ്ഞിരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് അയാളും ഞാനും തമ്മിൽ. സോ ആ മൂവിയുടെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ സെഷനിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ സെഷൻ ഇട്ടിട്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ലോങ് സെഷനായിട്ടുള്ളത്. സംസാരിക്കാൻ ഒരുപാടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഒരു നഗരത്തിലുള്ള ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. സോ അവിടെ ജോലി ചെയ്ത് വരുന്ന രവി തരകൻ എന്നൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്, അല്ലെങ്കിൽ ആ ഡോക്ടറായിട്ടാണ് നമുക്ക് പൃഥ്വിരാജ് സാറിനെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സ നേടാൻ വേണ്ടി ഒരു അമ്മ ഒരു കുട്ടിയെ മാറ്റി എത്തിയിരിക്കുകയാണ്. ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ ആവശ്യമാണ്, ഓപ്പറേഷൻ ഇല്ലെങ്കിൽ കുട്ടി രക്ഷിക്കുന്ന കാര്യം പാടാണ്. പക്ഷേ കുട്ടിയുടെ അമ്മയ്ക്ക് അതിന് താല്പര്യമുണ്ടെങ്കിലും അച്ഛൻ ഓപ്പറേഷനൊന്നും വേണ്ട, ഓപ്പറേഷന് സമ്മതിക്കാതിരിക്കുന്ന ഒരു രീതിയിരിക്കുകയാണ്. പക്ഷേ രവി തരകൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എന്തായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം, അതുകൊണ്ട് നമുക്ക് പാരൻസിന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് കുട്ടിയെ ഓപ്പറേഷൻ ചെയ്യുകയാണ്. അതിലൊരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ച സുരഭിലക്ഷ്മിയാണ്. ആ ഒരു ടൈമിൽ അവർക്ക് കൂടിപ്പോയി എത്ര വയസ്സ് കാണും, 26-27 വയസ്സ് കാണുമായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ അഭിനയിച്ച ആ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് തന്നെ പറയാം. കാരണം രവി തരകൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കൺസെന്റ് കൂടി ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു പ്രചോദനം കൊടുത്തത് നമ്മൾ സുരഭിലക്ഷ്മിയാണെന്ന് തന്നെ പറയാം, ഒരു ക്യാരക്ടറാണെന്ന് തന്നെ പറയാം. അവസാനം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് ക്ലൈമാക്സിൽ. എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു ഓഡിയൻസിന് എങ്ങനെ അത് മനസ്സിലാകണം എന്നൊരു രീതിയിൽ ഡയറക്ടർ സാർ എടുത്തു വെച്ചത് ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഓപ്പറേഷൻ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞാൽ അവസാനം ആ ഓപ്പറേഷൻ ഒരു വലിയ തോൽവിയാവുകയാണ്. യെസ്, ദാറ്റ് ഓപ്പറേഷൻ ഫെയിൽ ആവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് അച്ഛൻ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എൻ്റെ മകളെ കൊന്നത് ഈ ഡോക്ടറാണ്, എൻ്റെ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്, ഇദ്ദേഹത്തിനെ കൊല്ലണം എന്ന് പറഞ്ഞ് നാട്ടുകാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ആ ഹോസ്പിറ്റലിനെ തന്നെ ആക്രമിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ആയതിനു ശേഷവും കുട്ടി മരിച്ചതിന് ശേഷവും ഞാൻ പാരൻസിനോട് തുറന്ന് പറയാൻ കാര്യങ്ങളെന്നൊക്കെ രവി തരകൻ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ കൂടെ സീരിയസ്നെസ് ആക്കിയാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രവി തരകൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ രവി തരകനാണെങ്കിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കാറിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോഴാണ് കാറിനെ പിന്തുടർന്ന് കുറച്ച് പേര് വരുന്നുമുണ്ട്. പക്ഷേ രവി തരകൻ പെട്ടെന്ന് പോയതോടെ കാറ് തൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഈ കാർ ആക്സിഡന്റ് ആകുന്നതിന് മുന്നേ ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൽ നമുക്ക് എന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കി തരുന്നില്ല. നമുക്ക് ചിലപ്പോൾ ക്ലൈമാക്സിൽ വ്യക്തമാക്കുമായിരിക്കാം, നമുക്ക് മൂവി കണ്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബട്ട് ഈ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നിങ്ങൾ മൂവി കാണുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു കാർ ആക്സിഡന്റ് ആയതിനു ശേഷം നമുക്കൊരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുകയാണ്, അയാളും ഞാനും തമ്മിൽ. ബാക്ക്ഗ്രൗണ്ടിൽ തുള്ളിമഞ്ഞിനുള്ളിൽ സോങ്. വാവ്, ഇത് മതി കാണാൻ. ആ ഒരു മൂവിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ സോൾ എന്ന് പറയുന്നത് ഈ ഒരു സോങ് ആണ്. സോ ഞാൻ ഈ സോങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് എൻ്റെ.